ചോദിച്ചു, ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ആരെയാണ് പ്രാർത്ഥിക്കുന്നത് ചോദിച്ചത് അല്ലേ? വിഷ്ണുവും ബ്രഹ്മദേവനും മറുപടി കൊടുത്തില്ല, മഹാദേവൻ കൊടുത്തു. അതെ, ബ്രഹ്മത്തെയാണ്. ബ്രഹ്മം ആരാണ്? അമ്മയാണ്.
സൽക്കാതിയും നല്ല പട്ടും പൊന്നും രക്തങ്ങളും ചേർത്തധികം സൽവാരം കെയൂരമങ്ങേ കുഞ്ഞിക്കഞ്ഞി മണിക്കാതിലെ കനകകിരീടം ധരിച്ചൊരു ദേവി കുഞ്ഞിക്കഞ്ഞി മണിക്കാതിലെ കനകകിരീടം ധരിച്ചൊരു ദേവി എന്നും മകല്യമേകിടേണം അതിനു ശ്രീകുമാരേശി അതിനു തൊഴാം ശ്രീകുമാരേശി കൈ തൊഴാം ചെമ്പട്ടൂടുത്തു കെട്ടി ചിത്രചീലം പണിഞ്ഞ ചെമ്പട്ടൂടുത്തു കെട്ടി ചിത്രചീലം പണിഞ്ഞ ചന്ദ്രമോഹിനുടയ ശാരദേ വന്നിടേണം ചെമ്പട്ടൂടുത്തു കെട്ടി ചിത്രചീലം പണിഞ്ഞ അല്ലത് മൈക്കിന് സൗണ്ടില്ല ഇത് വായിക്കുന്നതിന്. ആ നീ കഴിച്ചിട്ട് പോയാലും മതി. നീ കഴിച്ചിട്ട് പോയാലോ. ഓംകാരം ബിന്ദു സംയുക്തം ഓംകാരമുദയം ചെയ്യുവാൻ ഓംകാരായ നമോ നമഃ. ഓം പ്രണവസ്വരൂപായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഓം ഏകദന്തായ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഓം ഗം
ഗണപതയേ നമഃ. ഹരേ ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. സിന്ദൂരാരുണ വിഗ്രഹം ത്രിണയനാം മാണിക്യമൗല്യസ്ഫുരത്തരാനായകശേഖരം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണേഭ്യാമളിപൂർണദഗ്ധചഷകം രക്തോൽപലം വിഭൃതിം സൗമ്യാം രത്നകടത്ത രക്തജനന ധ്യായേത്പരാമംബിക വാണീ ലക്ഷ്മീ ധരിത്രി ഹിമഹിരഞ്ജൻ ചണ്ഡികാ ഭദ്രകാളി ബ്രഹ്മാദ്യാമാതൃസംഘാമതിഥിയായയോ ദക്ഷപുത്രി സ്വാപത്രി ജഗന്യകന്യാം ദിനകരേ അരുന്ധതി ദേവപത്നിപൗലവ്യസ്തമംഗലം മേ ദിശന്തു. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദുർഗേ നാരായണ. ഓം ദുർഗാദേവിയെ നമ. ഓം ഭദ്രാദേവിയെ നമ. പലച്ചോട്ടിൽ കുടികൊള്ളും ശ്രീ ഭദ്രകാളി ദേവിയമ്മ തൃപ്പാദമേ നമോ നമ. ഓം നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ദുർഗേ നാരായണ. ഓം മൂകാംബികാ ദേവിയേ നമ. ഓം മൂകാംബികാ ദേവിയേ നമ. ഓം മൂകാംബികാ ദേവിയേ നമ. ഓം പരിവൻസിക്കാടമരുന്ന ദേവി. ഓം വിശ്വരൂപി മഹാമായി വിശാലാക്ഷി സുമംഗലി കൃത്യാ നിദ്ര വെടിഞ്ഞിട്ട തൃക്കൺ പാർക്കുക ഞങ്ങളെ. ചമ്മയ്ക്കതുമായി മജിരക്കാക്കുന്ന വിശ്വേശ്വരി തുഷ്ട്യാപാദസേവ ചെയ്തു സന്തതം ഭക്ത്യാ ഭജിക്കുന്നു ഞാൻ. വിശ്വരൂപേ മഹാമായേ വിശാലാക്ഷി സുമംഗലി തുഷ്ട്യാ നിദ്ര വെടിഞ്ഞിട്ട് തൃക്കൺ പാർക്കുക ഞങ്ങളെ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ആലപ്പുഴ വാഴുമേ ദേവി ഭദ്രകാളി ദേവി നമസ്തുതി. വലിയ അന്തക്കാവിൽ കുടികൊള്ളും ശ്രീ ഭദ്രകാളി ദേവി അമ്മ തൃപ്പാദമേ നമോ. ജാതി മനുഷ്യർക്ക് ധരിത്രിങ്കലേവർക്കും ഈശ്വരൻ ഒരുത്തനെന്ന് ഉച്ചരിച്ച നാരായണൻ ഗുരുവരൻ തുണയാക നിത്യം ശ്രീനാരായണൻ. ഗുരുവരൻ തുണയാക നിത്യം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം. മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന തിരുവചനമോദിയ സ്വർഗതൃപ്പാദമേ ശരണം. അമ്പിളിക്കല ചൂടുന്ന ദേവനും അമ്പോഴേ ഗണനാഥനും വാണിയും അമ്പിലെന്റെ ഗുരുവം തുണയ്ക്കണം കമ്പം തീർക്ക സരസ്വതീ ദേവിയെ. ഓം ഭൂർഭുവസ്വ നമോ നമസ്തേ ഗായത്രി സാവത്രേ ത്വം നമാമ്യകം സരസ്വതി നമസ്തുഭ്യം തുര്യം ബ്രഹ്മരൂപിണി ഗായത്രി വേദജനനി ഗായത്രി പാപനാശിനി ഗായത്രി സ്വരം നാസ്തി. കൊണ്ടുടയാടെയുണ്ട് നിടിലേതി കണ്ണുമുണ്ടെന്നുമേ ചന്ദ്രൻ മൗലിയിലുണ്ട്. ചാരുമതിയും കൂടുണ്ടു ചാരത്തഹോ ചാടും മാൻ കരതാലിലുണ്ട് ചുടലപ്പാമ്പുണ്ട് സർവാംഗവും. ശൂലം ഖഡ്ഗം ദക്ഷിണാം ഗേവഹന്തം നാഗം പാശം ശകണ്ഠം ഡമർസഹിതം ചങ്കുശം വാമഭാഗേ ചന്ദ്രകലാധര ചന്ദ്രകലാധര ശ്രീ പരമേശ്വര. ചന്ദ്രകലാധര ശ്രീ പരമേശ്വര സങ്കടനാശന കാത്തിടണേ. ആദിപരാശക്തി ശ്രീ പാർവതി ഐശ്വര്യദായകി ദാക്ഷായണി. സർവവിഘ്നോപശാന്തയെ ശാന്താകാരം ഭുജഗശയനം പത്മനാഭസുദേശം വിശ്വാധാരം ഗിരം മേഘവർമ്മ ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനമയോഗധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭുവൈര സർവലോകൈകനാഥം വരാഹം പുണ്ടരീകാക്ഷം നിരസം കന്നരകാന്തകം അവ്യക്തം ശാശ്വതം വിഷ്ണു അജന്താമജോക്യപാണിയതാവാണി ശംഖപാണി നരത്തമം വൈകുണ്ഠ ദുഷ്ടമതമം. കൃഷ്ണ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ നമ. വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ നമ. ഓം ഷടാരണം കുങ്കുമരക്തവർണം മഹാമതിം ദൈവമയൂരവാഹനം രുദ്രശൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ജ്യോതിചക്രം കണക്കൻ മനമലകമനഞ്ഞായുരാന്തം വരുമ്പോൾ ബോധക്കേടൊക്കെ നീക്കിത്തെരിക്കും ഹൃദയം തുളുമ്പും പദം ദേപാതിപ്പെൺമൈ മകൻ തിരുവടിയുടെ മേൽ കൂടിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതെ അവരെ ഇവിടെ നീ
കൊണ്ടുവാ തങ്കമയിലെ. ഓം ശരവണഭവായ നമ, സുബ്രഹ്മണ്യായ നമ, ഷൺമുഖായ നമ. ഓം ഹരിഹരപുത്രായ പുത്രലാഭായ ശത്രുനാശനായ മതഗജവാഹനായ ശാസ്തായ നമഃ. പൊന്നമ്പലമേട്ടിൽ പൊന്നമ്പലത്തിൽ പൊന്നും സിംഹാസനത്തിൽ തൃക്കാലമൂന്നി ഇരുവറും പൊന്നാലവട്ടം വീശിപ്പിടിച്ചും കൊണ്ട് പൊന്നമ്മാനക്കായി കൊണ്ടമ്മാനവുമാടി ഇരുശമുഴ പൂജ്യമേറ്റുന്നള്ളിക്കളിക്കും വില്ലൻ വില്ലാളി വീരൻ വീരൻ വീരമണികണ്ഠൻ ഭൂലോകനാഥൻ ഭൂമി പ്രപഞ്ചം ചതുർമുഖാരമൂർത്തി സേവിപ്പവർക്ക് ആനന്ദമൂർത്തി കാശി രാമേശ്വരം പാണ്ഡ്യ മലയാളം അടക്കി വാണിരിക്കും നമ്മുടെ ശബരിമല ധർമ്മശാസ്താവ് ഹരിഹര സുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. അയ്യനേ പൊന്നയ്യപ്പനെ, അയ്യനേ പൊന്നയ്യപ്പനെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രാവണ വൈരിയാം രാമനുമായി രാമരാജ്യം വീണ്ടെടുത്തു വാനരരാജ ഹനുമാനെ ശരണം. ഭക്തജനങ്ങളെ, വല്യണ്ടക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവം 3-ാം ദിവസം അമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം ഭക്തരുടെ സാന്നിധ്യത്തിൽ നടക്കുകയാണ്. ഇവിടെ ഉറച്ചിട്ടില്ല. പൊങ്കാലയ്ക്ക് ദീപം കൊളുത്തി. പൊങ്കാല എങ്ങനെ അമ്മയുടെ ആ മന്ത്രാക്ഷരങ്ങളൊക്കെ ഭക്തരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ അമ്മമാരും പ്രാർത്ഥനയോടുകൂടി തന്നെ പൊങ്കാല ദീപം കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മയുടെ നാമം കഴിയുന്നത് ഉച്ചത്തിൽ ജപിക്കുക, ഇല്ലെങ്കിൽ മനസ്സിലെങ്കിലും ജപിക്കണം. ഉച്ചത്തിൽ ജപിച്ചാൽ നമ്മുടെ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും അന്തരീക്ഷവും ശുദ്ധമാകും. ജപം കൊണ്ടാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നത്, മറ്റൊന്നിനാലുമല്ല. അതുപോലെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും നമ്മുടെ മനസ്സും അന്തരീക്ഷവും ശുദ്ധമാകുമ്പോൾ അമ്മയുടെ നിറസാന്നിധ്യം ഈ മാത്രം ജപിച്ചാൽ മതി. വളരെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അമ്മ അനുഗ്രഹിച്ചാൽ സർവ്വതും എല്ലാം അറിയുന്ന അമ്മയോടൊന്നും പറയേണ്ട കാര്യമില്ല. കൂടെ നടന്നമ്മ കാണുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. എല്ലാം നാഥയായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് അമ്മയായിട്ട് പല അവതാരം എടുത്തിരിക്കുന്നത്. ഇന്ന് എത്രയോ മാറ്റപ്പെട്ട് ഇന്ന് ഇത്രയും മംഗളമായിരിക്കുന്ന കാര്യത്തിലേക്ക് എത്താനും എത്തിക്കാനും നമുക്ക് സാധിച്ചുവെങ്കിൽ അത് നമ്മുടെ ആ പൂർവ്വന്മാരുടെ അനുഗ്രഹവും അമ്മയുടെ കൃപയും ഇവിടെ വസിക്കുന്ന ഓരോരുത്തരുടെയും നല്ല സത്ചിന്തകളുമാണ്. അത് മേലിലും വളർന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അമ്മയുടെ അവതാര കഥയായ ദേവീ ഭാഗവത പാരായണം ഭക്ത്യാദരപൂർവ്വം അമ്മയുടെയും ക്ഷേത്ര തന്ത്രിമുഖ്യൻ, അതുപോലെ ക്ഷേത്ര ഭാരവാഹികൾ, ക്ഷേത്ര കമ്മിറ്റിക്കാർ, മറ്റ് ഭക്തജനങ്ങൾ, വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇവരുടെ അനുഭവത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി പാരായണം ആരംഭിക്കുകയാണ്. ഓം പരാശക്തിയെ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ. ഓം പരാശക്തിയെ നമഃ. മഹാത്മ്യം കൂടും മംഗളേ മഹാമായേ നീകാരശൈലപ്രിയ നന്ദിനിയായതായേ സ്വാഹാദിനാനാരൂപിണേ ശിവജായേ മോഹാന്ധകാരം നീക്കേ പാഹിമാമപ്രയമേയേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ. ഇപ്പോഴും പ്രാർത്ഥിക്കയാൽ അവർക്കുള്ളിലുള്ള ആഗ്രഹം പൂർത്തിയായി സാധിച്ചിടുന്നതിനായി സ്വയം അമ്പിളിക്കീരണിഞ്ഞമ്പോട് മധ്യയാം തമ്പുരാട്ടി പരദേവതാലീലയാം തന്നെ നന്ദിനിയാ ജനിച്ചിടിനാൾ എന്നറിഞ്ഞ ദ്രീന്ദ്ര
സർവാത്മികസ്ഥിരാം താതാ ഭവാനുവൻ മാതാവുമായി ചെയ്തഗ്രം പ്രസന്നയായി നന്ദിനിയായി ഭവിച്ച് നിങ്ങൾ ഞാനിതാ കേട്ടുകാന്ന് ആദ്യം ചൊല്ലിനാൽ അമ്മയെ കൃപാലയെ നിത്യയുള്ള നീ ഇമ്മാതിരി എൻ്റെ നന്ദിനിയാകുവാൻ ജന്മാന്തരങ്ങൾ നിശ്ചയം ചെയ്ത പുണ്യമിന്ന് പങ്ക നീ ദിവ്യ ചക്ഷുതോരുന്നേണ്ടവൻ ഏതശില്പവും ശങ്കയുണ്ടാകേണ്ടതാതാ ഞാൻ സർവദേവാത്മികയാകുന്നു. ഓം മീ നാരായണ. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഇന്ന് അമ്മയുടെ പൊങ്കാല ദിവസമാണ്. അപ്പം നമ്മൾ പൊങ്കാല ഇന്ന് എടുക്കുമ്പോൾ എല്ലാവരും ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ് ആദ്യം തുടങ്ങിയ പൊങ്കാലയുടെ മാഹാത്മ്യത്തെപ്പറ്റി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ആറ്റുകാൽ പൊങ്കാല ലോകത്തിലെ ഒരു മഹാ അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ജാതി മതഭേദമന്യേ ഇത്രയേറെ സ്ത്രീകൾ കൂട്ടമായി വന്നെത്തി പരാശക്തിയുടെ മുമ്പിൽ പ്രാർത്ഥന നടത്തുന്ന മറ്റൊരു ഉത്സവം എങ്ങുമില്ല. കുംഭമാസത്തിലെ കാർത്തിക മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പൊങ്കാല മഹോത്സവം. അതിൽ 9-ാം ദിവസം പൂരം നക്ഷത്രമാണ് പൊങ്കാല ഇടുന്നത്. ആറ്റുകാൽ മഹാക്ഷേത്രത്തിന് 7-8 കിലോമീറ്റർ ചുറ്റളവിൽ കാണുന്ന പ്രദേശം മുഴുവൻ സ്ത്രീകളുടെ നിവേദ്യ കളമായി മാറുന്നു. വർഷം തോറും 20 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇവരെല്ലാം വ്രതശുദ്ധിയോടെയാണ് പൊങ്കാല സമർപ്പിക്കാൻ എത്തിച്ചേരുന്നത്. പഞ്ചഭൂതാത്മകമാണ് പൊങ്കാല. അതായത് കലം പ്രപഞ്ചവും, അരി അകം എന്ന ഭാവവും, ശർക്കര ആനന്ദവും, നാളികേരം പഞ്ചകോശ നിർമ്മിതമായ ശരീരവുമാകുന്നു. പഞ്ചകോശ സംയുക്തമായ ശരീരത്തിൽ നിന്ന് അകം തിളച്ചു പൊങ്ങി ഇല്ലാതായാൽ അത് നിവേദ്യമായി തീരുന്നു, പരമാത്മാവിൽ ലയിക്കുന്നു. മേൽശാന്തി പണ്ടാരി അടുപ്പിൽ തീ കത്തിക്കുന്നതോടെ യജ്ഞം ആരംഭിക്കുന്നു. നാഗപ്പാന എന്ന പേരിൽ അറിയപ്പെടുന്ന മൺകലമാണ് അതിനുപയോഗിക്കുന്നത്. വായ്ക്കുരുവിയും മേളവും കതിരപെടിയും മുഴങ്ങുന്ന അതോടെ അനന്തപുരിയിലുള്ള പൊങ്കാല അടുപ്പുകളിലെല്ലാം അഗ്നി ജ്വലിക്കുന്നു. ആ പ്രദേശമാകെ ഹോമകുണ്ടങ്ങൾ നിറഞ്ഞ യജ്ഞശാലയായി മാറുന്നു. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന പാർവതിയുടെ പ്രതിരൂപങ്ങളായി ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ ആറ്റുകാലമ്മയെ ധ്യാനിച്ചുകൊണ്ട് കൈക്കുമ്പിളിൽ അരി വാരിയെടുത്ത് അവരവരുടെ കലങ്ങളിൽ നിക്ഷേപിക്കുന്നു. അരി വെള്ളത്തിൽ കിടന്ന് തിളച്ചു പൊങ്ങുമ്പോൾ അന്തരാത്മാവിൽ നിന്ന് ഉയരുന്ന കുരവ സർവത്ര വ്യാപിക്കുന്നു. അപ്പോഴേക്കും അഗ്നിയിൽ നിന്ന് പുകച്ചാത്തുകൾ പടർന്നകന്നുകൊണ്ടേയിരിക്കും. നിമിഷങ്ങൾക്കകം മൺകലങ്ങളിൽ ദേവീ കൃപാവരം നുരഞ്ഞു പതിഞ്ഞു തുളുമ്പും. ആറ്റുകാലമ്മയെ ശരണം. എണ്ണിയാൽ ഒടുങ്ങാത്ത കണ്ടങ്ങളിൽ നിന്ന് ശരണം വിളികൾ ഉയരുമ്പോൾ ഭക്തവൃന്ദം ദൈവിക നിർവൃതിയിലെത്തുന്നു. പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച് സ്ത്രീകൾ കൂട്ടത്തോടെ അമ്മയെ ദർശിച്ച് തീർത്ഥജലം എടുക്കുവാനായി കാത്തിരിക്കും. പണ്ടാര അടുപ്പിൽ തീർത്ഥം തളിക്കുന്ന പുണ്യമുഹൂർത്തത്തിൽ ഭൂതഗണങ്ങൾ പുഷ്പവൃഷ്ടി ചൊരിയുമെന്നും വിശ്വാസമുണ്ട്. വാദ്യഘോഷങ്ങളും ദേവീ സ്തോത്രങ്ങളും ഉയരും. പൂജാരിമാർ അമ്മയുടെ അനുഗ്രഹത്തിന്റെ വരമുദ്രയായ തീർത്ഥം പൊങ്കാലക്കലകളിലേക്ക് കവിഞ്ഞിൻ പൊങ്കല കൊണ്ട് തളിക്കുന്നു. ആത്മനിവേദനത്തിന്റെ ഉപാസനയായ പൊങ്കാല അതോടെ പര്യവസാനിക്കുന്നു. പാപമകന്ന് ദുഃഖശാന്തി നേടി എല്ലാവരും അമ്മയെ വന്ദിച്ച് നടക്കുന്നു. പൊങ്കാല ഉത്സവത്തിന് കണ്ണകിയുടെ കഥയുമായും ബന്ധമുണ്ട്. ആദ്യ ദിവസം കണ്ണകി ചരിതം പാടുന്നതോടെ കാപ്പുകെട്ടി ദേവിയെ പന്തലിലേക്ക് കുടിയിരുത്തുന്നു. കണ്ണകിയായി അവതരിച്ചും മധുരാപുരിയെ ചുട്ടരിച്ചും കൊടുങ്ങല്ലൂർക്കും അടങ്ങുന്ന ഭഗവതിയായിട്ടാണ് സങ്കല്പം. ആ ദേവി ആറ്റുകാൽ അമ്മയായി മുല്ലുവീട്ടിൽ കാരണവർക്ക് ദർശനം കൊടുത്തു എന്നാണ് ഐതിഹ്യം. കിള്ളിയാർ കരകവിഴക്കുന്ന കാലം. അന്നൊരു ദിവസം മുല്ലുവീട്ടിലെ വയോവൃത്തനായ കാരണവർ ആറ്റിലേക്ക് കുളിക്കാൻ പോയപ്പോൾ സുന്ദരിയും മഹാതേജസ്വിനിയുമായ ഒരു ബാലിക ആറിന്റെ മറുകരയിൽ നിൽക്കുന്നത് കണ്ടു. ബാലിക അവിടെ നിന്ന് വൃത്തനോട് തന്നെ മറുകരയിലേക്ക് എത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. അവൾ സാധാരണ ബാലികയല്ലെന്നും അവളെ രക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്നും കരുതി കാരണവർ അവളെ ഇക്കരയിൽ എത്തിച്ചു. അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരുന്നു. അസമയത്ത് ബാലികയെ ഒറ്റയ്ക്ക് വിടുന്നത് ാണെന്ന് കരുതി കാരണവർ അവൾക്ക് കഴിക്കാൻ പഴവും ശർക്കരയും കരുത്തും നൽകാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോൾ ബാലിക അവിടെ നിന്നും രക്ഷപ്പെട്ടു. കാരണവർ പുറത്തു വന്നപ്പോൾ ബാലികയെ കണ്ടില്ല. ദുഃഖിതനായി 4 ഭാഗത്തേക്കും ആളുകളെ വിട്ട് അന്വേഷിപ്പിച്ചു. ആർക്കും അവളെ കണ്ടെത്താനായില്ല. ബാലികയെ മറ്റാരും കാണാതിരുന്നതിനാൽ വൃത്തന് മാനസിക വിഭ്രാന്തി ആണെന്ന് കരുതിയവരുണ്ട്. കാരണവർ ഒരു സ്വപ്നം കണ്ടു.
സർവാലങ്കാര വിഭൂഷിതയായി ഒരു സ്ത്രീ മുമ്പിൽ നിൽക്കുന്നു. അവൾ ആരാണ്? സാക്ഷാൽ പരാശക്തി തന്നെ. കാരണവർ ദേവിയെ സ്തുതിച്ചു, തന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. ക്ഷമിക്കാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ഇവിടെ ഈ പുണ്യഭൂമിയിൽ അധിവസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിവെക്കണം. ദേവി സ്ഥലം കാരണവർക്ക് കാട്ടിക്കൊടുത്ത് അപ്രത്യക്ഷയായി. ദേവിയുടെ ആഗ്രഹപ്രകാരം തന്നെ കാരണവർ ദേവി കാട്ടിക്കൊടുത്ത സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു. യഥാവിധി ദേവിയെ പ്രതിഷ്ഠിച്ചു. അതാണ് ഇന്ന് കാണുന്ന ആറ്റുകാൽ ക്ഷേത്രം. കാലം കടന്നു പോയപ്പോൾ മുല്ലുവീട് അന്യം നിൽക്കുകയും ബദ്രീനാഥ ക്ഷേത്രത്തിലെ ശങ്കര ജ്യോത്സ്യർ ക്ഷേത്രകാര്യങ്ങൾ നോക്കാനും തുടങ്ങി. അതോടെ ക്ഷേത്രം പുരോഗതിയിലേക്ക് മുന്നേറി. ബാലന്മാരാണ് കുത്തിയോട്ടക്കാർ. ഇവർ 7 ദിവസം വ്രതങ്ങൾ അനുഷ്ഠിച്ച് വാരിയലിന് താഴെ ചൂരലണിഞ്ഞ്, അതായത് ലോഹക്കമ്പി, രാജകുമാരന്മാരെ പോലെ ദേവിക്ക് അകമ്പടി സേവിക്കുന്നു. ഇവർ ദേവിയെ സഹായിച്ച യുദ്ധത്തിലെ മുറിവേറ്റ ഭടന്മാരാണെന്നാണ് വിശ്വാസം. കുട്ടികൾക്ക് നന്മയും വീടിന് ശ്രേയസ്സും ഉണ്ടാകും. പൊങ്കാല വ്രതം പണ്ട് കാലത്ത് കേരളത്തിലെ വീടുകളിൽ സ്ത്രീകൾ അനുഷ്ഠിച്ചു വന്നിരുന്നു. സൂര്യഭഗവാന് സമർപ്പിച്ചിരുന്ന ഒരു ചടങ്ങായിരുന്നു അതെന്നാണ് പഴമക്കാർ പറയുന്നത്. പിന്നീട് അത് കളരികളിലേക്കും കളങ്ങളിലേക്കും വ്യാപിച്ചു. അങ്ങനെ ക്ഷേത്രങ്ങളിലെ പൊങ്കാല സമർപ്പണമായി രൂപപ്പെട്ടുവെന്ന് പറയുന്നു. വടക്കൻ കേരളത്തിൽ കാളി ആരാധനയ്ക്കുള്ള ഒരു വഴിപാടാണ് മൺകല പൊങ്കാല. അഹങ്കാരമില്ലാത്ത ശുദ്ധ മനസ്സോടെ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചാൽ അത്ഭുതാവകമായ ഫലസിദ്ധി കൈവരുമെന്നാണ് വിശ്വാസം. ആറ്റുകാലമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മയെ പ്രീതിപ്പെടുത്തുക എന്നതിന് ഏറ്റവും ഒന്നാമതായിട്ട് ഉള്ള ഒരു വഴിപാട് തന്നെയാണ് ശക്തിക്കത്ത വഴിപാടെന്നാണ് പറയുക. എങ്കിലും അമ്മയ്ക്ക് അന്നദാനം കൊടുക്കുക, അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം എത്രത്തോളം എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഓരോ ഭക്തരും ചിട്ടയോടുകൂടി എങ്ങനെയാണ് ചെയ്യുക അതനുസരിച്ചാണ് അവർക്ക് ഫലം കിട്ടുക. എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ അങ്ങ് പോകും. അത്രേ ഉള്ളൂ. ഭക്തിയോടെ നിഷ്ഠയോടെ അതിൻ്റെ ആചരണങ്ങളൊക്കെ കേട്ട് കാണും. അതാണ് അതിൻ്റെ യഥാർത്ഥ വഴികൾ. കഴിയുന്നതും അത് പാലിക്കുക. അത് നമ്മൾ നേരം പോക്കിന് വേണ്ടിയോ മറ്റൊരാളെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. നമ്മുടെ ജീവിതം ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി, രോഗമില്ലാത്തൊരു ശരീരം, നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാവുക. ശരീരമല്ല നമുക്ക് വലുത്, നമ്മുടെ ഈ മനസ്സാണ്. അതെ, ഈ മനസ്സ് കെട്ടുപോയാൽ സർവ്വതും നശിക്കും. മനസ്സ് നന്നായാലോ സർവ്വതും നന്നാകും. നമ്മുടെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഇതൊക്കെ ഭക്തരുടെയും കടമയാണ്. ക്ഷേത്രക്കാരെ, കമ്മിറ്റിക്കാരെയോ പ്രസിഡന്റോ സെക്രട്ടറിയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന ഭക്തരെയും കഴിയുന്നതും ശ്രദ്ധയോടെ, നമ്മുടെ കണ്ണാണ് നമ്മുടെ ക്ഷേത്രം, അങ്ങനെ കരുതണം. കണ്ണിൻ്റെ കാഴ്ച പോയ എന്താ അവസ്ഥ? അന്ധകാരമാണ്, ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്ന് മോചനം നേടണം. അതിനാണ് ഈ വേദപാരായണങ്ങൾ, നാമസങ്കീർത്തനങ്ങൾ, ഭജനകൾ, പൂജകൾ ഒക്കെ നടക്കുക. അതായത് 3 ദിവസമായിട്ട് ഇവിടെ നല്ല ഗംഭീര പരിപാടിയാണ് നടക്കുക, അല്ലേ? മഹേശ്വരമായ ദിവ്യ സ്വരൂപത്തെ മോഹമെല്ലാം അകറ്റിടുവാൻ കാണിച്ചു. താരേശ കോടിക്ക് കൂടുന്ന കാന്തിയും ചാരുചന്ദ്രക്കല ചൂടുന്ന മൗലിയും ചന്ദ്രമേറും ജടക്കെട്ടും കരതാരിലേന്തും ത്രിശൂലവും അത്യുഗ്രമായ കാദ്രനർത്തിക്കയാൽ അന്യരൂപം ദേവി കാണിച്ചു സത്വര. പരമാശങ്കാരി യഥാശോഭിത ഹസ്തപത്മങ്ങളും നീണ്ട 3 നേത്രങ്ങളും ദിവ്യങ്ങളായുള്ള മാല്യാംബരങ്ങളും ദിവ്യമാം ഗന്ധാനുലേപനവും പരം യോഗീന്ദ്ര സഞ്ജയം വന്ദനം ചെയ്യുന്നതാകിയ മഞ്ജുള പാദാരവിന്ദവും ചേരും സ്വരൂപം സമീക്ഷിച്ചനന്തരം വേറെ വിധത്തിലും കണ്ടു ശൈലോത്തമേ. എങ്ങും കരങ്ങളും
എങ്ങുമുണ്ടങ്ക്രികൾ എങ്ങും മുഖങ്ങളുണ്ടെങ്ങുമുണ്ടക്ഷികൾ സമീപിച്ചു ദേവിയെ കൊണ്ടു കടുവം കഴിഞ്ഞൂർത്തിയെ നീനോർത്തല ജലകാമം വനമാലാവിഭൂഷിതം നേത്രദയാനുതം ഹസ്തദയാരിവരത്താരവിന്ദത്തിൽ അത്തലുണ്ടാക്കുന്ന പാദസംശോഭിതം കൈകൂപ്പി നിന്നുകൊണ്ടേറ്റവും മാതേന ലോകമാതാവാൻ സുതയെ സ്തുതിച്ചിരു സർവാത്മികയാവും അമ്മേ പ്രസീദമേ വൈകി വരുന്നവർക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. വൈകി വരുന്നവർക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. സർവരും ഏറ്റവും ലാസ്റ്റ്. നമുക്ക് കിട്ടാവുള്ള ലോകത്തിലും വൈകുണ്ഠനാകുന്ന വിശ്വനായികേ ശ്രീകണ്ഠനും പിതാവും നിനക്കിൽ നീ നൂനം പരാശക്തി നീ നിൻ ചരിതമി ഞാൻ അറിഞ്ഞിടുവാനായി ഭവിക്കുമോ അന്തരംഗത്തിൽ സുരന്മാർക്കു തൃപ്തിയെ സന്ധി ഉദ്യാതിദേശ സഹസ്രാവ ചേർത്തെട്ടു ഹസ്തങ്ങളോടുമെൻ പുത്രിയായി സാമ്പ്രദായം ലീലയ സംജാതയാം വിശാലാക്ഷിമാ പാലയ ബാലേന്ദു ചൂടേ ഉത്തിൽ കലാനാദ കോടി ചവീചം വിദ്യാസ്വരൂപിണി ബാലേ കൃപാലേ നേത്രത്രയാനുദേ വിശ്വനാഥേ ശിവേ ഭക്ത്യാ തൊഴുന്നേൻ പ്രസീദമേ നിർമ്മലേ ശോഭനം ദിവ്യാംബരം ജഗന്മോഹനം പാവനം ദിവ്യഹസ്താംബുജ ചതുഷ്ടയ ശോഭിതം സർവാമരസ്തുതേ വന്ദനായേൻ കൃത കൃത്യനായേനെന്റെ നന്ദിനിയായിട്ടു നീ ജനിച്ചില്ലയോ മേനകതൻ മഹാഭാഗ്യമോർത്താലിന്നു ഞാനെന്തു ചൊല്ലേണ്ടു സർവലോകേശ്വരി മാതാവു നീ മൂന്നു ലോകത്തിനും നിന്റെ മാതാവു മേനകയായി ഭവിച്ചില്ലയോ ഈ വിധം ശൈലേന്ദ്ര സംസ്തുതയാം മഹാദേവി മുമ്പോലാശുപേശലാകാരയായി മാനസേ ഭക്തിയും വിസ്മയവും പൂണ്ടു മേനകയും തഥാ ചൊന്നാൽ സകൽഗതം ഒന്നും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ദുർഗേ നാരായണ പരാശക്തിയായിരിക്കുന്ന ദേവി തന്നെ മകളായി പിറക്കണമെന്ന് ഹിമവാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ട് അങ്ങനെയാകാം എന്ന് വരം കൊടുക്കുകയാണ്. തന്നെയല്ല, ഹിമവാൻ അന്നേരം ചില കാര്യങ്ങൾ ചോദിച്ചു അമ്മയോട്, അമ്മേ എനിക്കൊന്നും അറിയില്ല, അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് എല്ലാം തെളിഞ്ഞ് എൻ്റെ മനസ്സിൽ കിട്ടണം, തെളിയിച്ചു തരണം എന്നാവശ്യപ്പെടുകയാണ്. അതെ, അക്ഷരം പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂട്ടി വായിക്കാൻ പഠിക്കുക, അത് ചേർത്ത് പറയുമ്പോഴാണല്ലോ മന്ത്രമാവുക, അല്ലേ? ഇന്നലെ വിളക്ക് പൂജയ്ക്ക് നമ്മുടെ തിരുമേനി മന്ത്രം ചൊല്ലുന്ന കേട്ടു, ഭദ്രകാളി മന്ത്രമാണ്. സർവദോഷങ്ങളെയും ഇല്ലാതാക്കാൻ ശക്തിയുള്ള ഏറ്റവും ഉഗ്ര മന്ത്രങ്ങൾ തന്നെയാണത്.
അതൊക്കെ ചിട്ടയോടെ പാലിച്ചാൽ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ദുർമൂർത്തികളൊന്നും നമ്മളെ ബാധിക്കില്ല. നമുക്കൊരു രാജാവ് ഉണ്ടായിരുന്നു, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അല്ലേ? അദ്ദേഹത്തിന്റെ കൃതിയിലുള്ള ഒരു കീർത്തനമാണിത്. ഉഗ്രമൂർത്തിയായിരിക്കുന്ന ഭദ്രകാളി തന്നെയാണ് അദ്ദേഹം സേവ്യതയുണ്ടിരുന്നത്. അതുപോലെ ഉപാസനാമൂർത്തികൾ പലർക്കും പലതുമുണ്ട്. ചില സരസ്വതി ദേവിയാണ്. അതെ, വാക്കുകളുടെ കോട്ടങ്ങൾ തീർത്ത് നല്ല വാക്കുകൾ പറയാൻ അമ്മയുടെ അനുഗ്രഹം തന്നെ വേണം. ധാരാളം ധനവും ഉണ്ടാവും. അപ്പം അതിന് സംരക്ഷിക്കാൻ ശക്തി വേണം, ബുദ്ധി വേണം. ബുദ്ധിയില്ലാതെ കണ്ട് കുറെ പണം കൈ കിട്ടിയിട്ട് എന്താ പ്രയോജനം? അത് വേണ്ടാത്ത വിധത്തിൽ ദുർവിനിയോഗം ചെയ്യുമ്പോൾ അതങ്ങ് പോകും അല്ലേ? അപ്പം അത് ധർമ്മത്തിന് വേണ്ടി വിനിയോഗിക്കാനാണ് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത്. അല്ലയോ താതാ ശ്രവിക്ക സമ്പ്രദം ജ്വലാമകം യോഗസാരം മഹാമതേ നിർവാദമാണിതൻ വിജ്ഞാനമത്രേണ നിർവാണമായി തീർന്നതും ശരീരിയും സൽഗുരുവിങ്കിൽ നിന്ന് മന്ത്രങ്ങളെ കൈക്കൊണ്ടു സാധകനേറ്റം സമാഹിതൻ വാച മനസാ സദാവിനി നിർമായം സമാസയിക്കണമെന്നെ തന്നെ സൽഗതിക്കാഗ്രഹമുള്ള അകക്കാമ്പിന്മൽനായ സമയത്തിനായി നാമമന്ത്രം ജപിച്ചുകൊണ്ടിടണം, നന്നായി മതാലസമായി ഭവിക്കണം. ഇത് അമ്മയുടെ പറഞ്ഞിരിക്കുന്നു. നന്നായി മന്ത്രം ജപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രം ജപിക്കുമ്പോഴാണ് മനസ്സ് ശുദ്ധമാവുക. അതെ, ഈശ്വര ചിന്തയില്ലാതെ കണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഈശ്വരൻ്റെ പക്കൽ എത്തില്ല. അതെ, കുട്ടി കരയുമ്പോഴാണ് അമ്മ എത്ര ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും കുട്ടി കരയുകയാണ്. അപ്പോൾ ആ ജോലിക്കിടയ്ക്ക് അമ്മ ജോലി നിർത്തിയിട്ട് ആ കുട്ടിയെ വന്ന് അമ്മ എടുക്കും. അമ്മയ്ക്കറിയാം കുട്ടി എന്തിനാ കരയുന്നതെന്ന്. പാല് കുടിക്കാനാ, വിശന്നിട്ടാ. അപ്പോൾ അതിന് എന്തെങ്കിലും കൊടുത്ത് ആ കുട്ടിയെ വീണ്ടും താരാട്ട് പാടി അമ്മ ഉറക്കുന്ന പോലെ നമ്മുടെ ആ പ്രാർത്ഥനകൾ തീർച്ചയായും അമ്മ കേൾക്കും. മന്ത്രം ജപിച്ചുകൊണ്ടിടണം, നന്നായി മതാലസാവാനായ ഭവിക്കണം. മൽപ്രസംഗൻ മൽഗുണശ്രവണത്തിങ്കല് എപ്പോഴും തൽപരനായി വർത്തിക്കണം. എന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. മുക്തിയെ കാംക്ഷിച്ചിടുന്നെങ്കിലും ഉൾഭക്തിയോട് കൂടി വാഴേണം അന്വകം. ഉത്തമനായുള്ള സാധകനായി ശക്തി വർദ്ധിക്കുമേറ്റം മതാർച്ചന ചെയ്യുവാൻ. അങ്ങനെ ചെയ്യുമ്പോൾ എന്നെ കാണണം, ക്ഷേത്രത്തിൽ വരണം എന്നുള്ള ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. ഇല്ലെങ്കിലോ നാളെയാട്ടെ, നാളെ അവർക്ക് മറ്റന്നാളാകട്ടെ, അല്ലെ അടുത്ത ആഴ്ച കഴിയട്ടെ, അല്ലെ മാസങ്ങൾ കഴിയട്ടെ, അല്ലെ വർഷങ്ങൾ കഴിയട്ടെ, അല്ലേ? അവിടെ പോകാൻ സാധിക്കില്ല. അടുത്ത ക്ഷേത്രമാണെങ്കിലും അവിടെ പോകാൻ പറ്റില്ല. പൂജയും യജ്ഞവും മുതലായതും ശൈലരാജേന്ദ്ര ചെയ്തു കൊള്ളേണം വിധി പോലെ. ദേവസ്തുതിമതികളിൽ ചെന്നവൻ പരം ചേതസിൽ വർദ്ധിച്ചു ഭക്തിയോടും പുമാൻ. വർണ്ണാശ്രമാചര ഭംഗം ഭവിക്കാത്ത വർണ്ണമർച്ചിക്കണമെന്ന യജ്ഞാദിയാൽ ജ്ഞാനമാകുന്നത് മുക്തിക്കു കാരണം. ജ്ഞാനമുണ്ടാവാൻ കാരണം ഭക്തിതാൻ. ഭക്തിയുള്ളവർക്കേ ജ്ഞാനം ഉണ്ടാവൂ, ജ്ഞാനമുള്ളവർക്കേ മുക്തി ഉണ്ടാവൂ, മുക്തിയുള്ളവർക്കേ മോക്ഷം. ഈ സൂര്യൻ ഒന്നേ ഉള്ളൂ, ഈ വായു ഒന്നേ ഉള്ളൂ, ഭൂമി ഒന്നേ ഉള്ളൂ. ഏതെല്ലാം മതത്തിലുള്ളവര്, ഏതെല്ലാം ഭാഷകൾ, ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം ആചരണങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യനാണ് ഈ ഭൂമിയിലുള്ളത്. നോക്കൂ, പിന്നെ എല്ലാം ഉൾക്കൊള്ളുന്നില്ലേ? അതുപോലെ സദാ മനുഷ്യൻ മനനം ചെയ്യുന്ന ആ ചിന്ത നല്ലതാണെങ്കിൽ തീർച്ചയായും അവന് ഗുണമുണ്ടാവും. ഇല്ലെങ്കിലോ അത് സുന്ദരിയും സുശീലയും സൗമ്യമായിരുന്നു മണ്ഡോദരി. മണ്ഡോദരി എന്ന് പറയുന്ന രാവണന്റെ ഭാര്യയാണ്. അത്രയും സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിട്ട് രാവണൻ എന്താ സംഭവിച്ചത്? സീതയെ അപഹരിക്കാനൊരു മോഹം ഉണ്ടായി, അല്ലേ? വിനാശകാലേ വിപരീത ബുദ്ധി. അതെ, അത് എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംഭ, അഹങ്കാരം. ഇത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഇതില്ലാതെ ആരുമില്ല. എനിക്കെന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ട്. അതിനെ മാറ്റണമെങ്കിൽ നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിക്കാതാർക്കും
മുക്താവസ്ഥ ലഭിക്കില്ല. നേരിട്ടീശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. എല്ലാം ഈശ്വരൻ എന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാനല്ലാതെ എല്ലാരും. ഈശ്വരൻ നമ്മോടൊത്ത് എത്തുമ്പോൾ ആശ്രയമറ്റവരാണോ നമ്മൾ? ഏതെല്ലാം കൂട്ടുകാരെ പിടികൂടിയാലും അവൻ്റെ കയ്യിലെ പണം തീർന്നു കഴിയുമ്പോൾ അവനെ തള്ളിപ്പറയും കൂട്ടുകാർ. ഏറെ ഭാര്യയാകട്ടെ, ഭർത്താവിന് ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ കൂടുതൽ സ്നേഹം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഈ മനുഷ്യൻ എന്താ പ്രയോജനം? ഒന്നുമില്ല. അതുപോലെയാണ് സ്നേഹം ഈശ്വരനിൽ നിന്ന് കിട്ടുന്നതാണ്, ധനത്തിൽ നിന്നല്ല. ഇന്ന് ധനമോഹികളായിട്ട് മാറുകയാണ് ഓരോ മനുഷ്യനും. അതെ, എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് കൊടുക്കാൻ സാധിക്കും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? ഒരു വിളക്ക് കത്തിക്കാനും അതെ, ദീപം കൊണ്ട് എന്തെല്ലാം പ്രയോജനം. അഗ്നിദേവൻ അത്ര മോശമുള്ള ആളൊന്നുമല്ല. എത്ര വിറകിട്ടാലും അത് കൂടുതൽ 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 ആ അഗ്നി ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അതെ, അതുപോലെ അതാണ് നമ്മുടെ ഹൃദയം, മനസ്സ്. ഈ മനസ്സിലേക്ക് എത്രത്തോളം ഭക്തി നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും, അത്രത്തോളം നിങ്ങൾക്ക് മനോസുഖം ഉണ്ടാവും. ഇല്ലെങ്കിലോ ഭയങ്കര ടെൻഷനാണ്. പൂജകൾ, നല്ല ചന്ദനത്തിരി, സാമ്പ്രാണി, നെയ്യ്, ഹോമങ്ങൾ, ആ ഹോമത്തിന്റെ ആവശ്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി മണ്ണറിഞ്ഞു പോയിരിക്കുന്ന ആത്മശുദ്ധിയുള്ള ആത്മാക്കൾ വരെ അവിടെ എത്തും. പ്രശ്നത്തിന്റെ മഹത്വം ആദ്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തകരായിട്ട് മുന്നോട്ട് വരാൻ. അല്ലെങ്കിൽ എല്ലാം എനിക്കറിയാം, ഞാൻ പറയുന്നത് ചെയ്താൽ മതി. 7 തിരി 9 തിരി കത്തിക്കുന്നിടത്ത് വന്നിട്ട് പറയും 5 തിരി കത്തിച്ചാൽ മതി. ഒരാഴ്ച കഴിയുമ്പോൾ അത് 3 തിരിയാക്കാൻ പറയും. പിന്നെ ഇവിടെ പോകാനാകുമ്പോൾ 1 തിരി കത്തിച്ചാൽ മതിയെന്ന്. അങ്ങനെയുള്ള കമ്മിറ്റിക്കാരും പ്രവർത്തകരൊക്കെ ചിലർത്തുണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. ഇന്നലെ അവിടെ പ്രതിഷ്ഠയായിരുന്നു മുരുകന്റെ. എനിക്ക് പോകാൻ പറ്റിയില്ല. ഭക്തരാണ് ക്ഷേത്രത്തിന്റെ ധനം. ഭക്തർ കൂടി 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 വരുമ്പോൾ അവിടെ ധാരാളം നല്ല കാര്യങ്ങൾ നടക്കും. സജ്ജനങ്ങൾ വരും. ചെല്ലുന്തോറും വളരെ വളരെ മാറ്റങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ വരണം, അങ്ങനെ കാണണം, അതാണ് ആഗ്രഹം. അപ്പം അത് അമ്മ ആവോളം നൽകട്ടെ. നല്ല നല്ല പ്രവർത്തനങ്ങൾ, നല്ല ഈശ്വരമായ കാര്യങ്ങൾ ഇന്ന് ധാരാളം പൊങ്കാലയുണ്ട് അല്ലേ? നല്ല ചിട്ടയോടുകൂടി തന്നെ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ നടക്കണം. ഞാനീ പറഞ്ഞത് പോലെ ഇനി മേലൊക്കെയും നൂനം മഹാരാജ ചെയ്തിടണം ഭവാൻ. തീരും ഭവക്ലേശമൊക്കെയും സത്വരം ചേരും പരമമായുള്ള പദം ശുഭം. അദ്യ ദേവി മഹാഭാഗവതത്തിൽ ഇപ്പോൾ ഞാൻ അധ്യായമേവം 15 ചൊല്ലിനേൻ. 15-ാം അധ്യായം സമാപ്തം. ഓം ഭഗവത്ഗീത 1-ാം ഭാഗം സമാപ്തം. സർവഗാത്രേ സ്ഥിതനദിനിയൻ പരൻ സർവകൻ കേവല ജ്ഞാനാദിലക്ഷണേ. ഏകൻ പ്രകാശം ശരീരേന്ദ്രിയാദികൾ കേകുന്നവൻ താൻ സ്വയം പ്രകാശിപ്പവൻ. ഏവമാത്മാവിൻ സ്വരൂപം കതിച്ചത് ഉൾഭൂവിൽ ഭവാൻ മറന്നിടാതിരിക്കണം. നിത്യവും ആത്മാവിനെ കുറിച്ച് ജീവിതം ബുദ്ധിമാനായ ഭവാൻ നിരൂപിക്കണം. ദേഹാദിയിൽ ആത്മബുദ്ധി ഉണ്ടാകലോ മോഹമാണാലതു ദൂരത്തു നീക്കണം. ത്യാഗാദികളായ സർവദോഷങ്ങൾക്കു ആകാരമായതാണെന്ന് ബോധിക്കണം. ദോഷപ്പെടുത്തുമീ കർമ്മത്തെ രാഗവൂ ദേശം മുതലായ മറ്റു ദോഷങ്ങളും വാസനാജാലവും കൊണ്ട് ജീവൻ സൃഷ്ടികാലം തുടങ്ങിയാൽ ജാതനാകുന്നു മരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനാനിരതരായി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി രോഗശാന്തിയൊക്കെ അമ്മയുടെ പ്രസാദം കഴിക്കുമ്പോൾ ഇത് ദിവ്യ ഔഷധമാണ്. അങ്ങനെയുള്ള സങ്കല്പത്തിൽ ഈ പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ശരീരം. ഇതിലെ പഞ്ചഭൂതങ്ങളാണുള്ളത്. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. പഞ്ചഭൂതങ്ങൾ, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, ഇതിനെല്ലാം ഓരോ ജോലികളാണ് അല്ലേ? കഴിയുന്നതും വേണ്ടാത്തതൊക്കെ ഇവിടെ ഇറക്കി വെക്കുക.
വണ്ടിയിൽ കയറുമ്പോൾ നമ്മുടെ തലയിലാണോ ചുമടിരിക്കുക? ബാഗൊക്കെ നമ്മൾ പുറത്തിട്ടുണ്ട് കയറും. എവിടെയാ? ബർത്തിലെടുത്ത് വെക്കും അല്ലേ? അല്ല സീറ്റ് വെക്കും അല്ലെ താഴെ വെക്കും അല്ലേ? പിന്നെ നമ്മൾ ചുമക്കുന്നില്ല. നമ്മൾ പിന്നെ ഇറങ്ങുമ്പോഴാണ് എടുത്ത് നമ്മുടെ തോളിൽ, നമ്മുടെ ഹൃദയത്തിൽ അമ്മ ഉണ്ടാവണം. അമ്മയെ ഉറപ്പിക്കണം. ഉത്സവത്തിൽ വന്ന് മാത്രം പങ്കെടുത്ത് പരിപാടി നടത്തി അന്നദാനം കഴിച്ചങ്ങ് പോയാൽ പോരാ. അമ്മയുടെ ആ അന്നദാനം കഴിക്കുന്നതോടു കൂടി അമ്മയുടെ പ്രസാദം കഴിക്കുമ്പോൾ നമ്മുടെ രോഗം വരെ മാറണം, മാറ്റിയെടുക്കണം. അമ്മേ എല്ലാം ഞാനിതാ ഇവിടെ അർപ്പിക്കുകയാണ്. അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ലോകമാതാവായിരിക്കുന്ന ആ പരാശക്തിയെ പോലെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പോലും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ പിന്നെ ആരെയാ പ്രാർത്ഥിക്കേണ്ടത്? അതാ നാരദ മഹർഷി ചോദിച്ചു. ഈ ദേവഭാവത്തിന്റെ ഉൽപ്പത്തി മുതൽ ആദ്യം തുടക്കം മുതൽ അതാണ് ചോദിച്ചത്. എന്താ ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ആരെയാണ് പ്രാർത്ഥിക്കുന്നത് ചോദിച്ചത് അല്ലേ? വിഷ്ണുവും ബ്രഹ്മദേവനും മറുപടി കൊടുത്തില്ല, മഹാദേവൻ കൊടുത്തു. അതെ, ബ്രഹ്മത്തെയാണ്. ബ്രഹ്മം ആരാണ്? അമ്മയാണ്. ആ അമ്മയാണ് നമ്മൾ ഇന്ന് ഇവിടെ വളരെ ഭക്ത്യാദരപൂർവം ഭക്തജനങ്ങൾ സമർപ്പണമായി പൊങ്കാല സമർപ്പിച്ച്, അതെ വളരെ ശ്രേയസ്കരമായ ഒരു വഴിപാട് കൂടിയാണത്. അതെങ്ങനെ നിങ്ങൾ സമർപ്പിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ എന്താണ്, അതിന് ഫലം നിങ്ങൾക്ക് ഉറപ്പായി കിട്ടും. അന്ന് അമ്മ എല്ലാം കൊടുക്കാനുള്ള തയ്യാറിലാണ് അമ്മ നിൽക്കുക അല്ലേ? കിളി പറന്നു പോയാൽ പിന്നെ കോഴിന് എന്താ പ്രയോജനം എന്ന പോലെയാണ്. ഇങ്ങനെയുള്ളൊരു ദേഹമുണ്ടാകുന്നത് എങ്ങനെയാകുന്നു സർവലോകേശ്വരി? ക്ഷീണപുണ്യൻ ജീവൻ എങ്ങനെ പിന്നെയും ശോണിയിൽ സംജാതമാകുന്നു ശിവേ. ഭക്തരിൽ വാത്സല്യമേറെ മണി രസഭൂവം ആണിജ്യന് കളേബരം ശ്രീ പുന്നപുംസദാദി ഭൂപതേ 3 വിധമായി ഭവിക്കുന്നു. ആണായി ഭവിക്കുന്നു ക്രമേരിടുകൾ ശോണിതമേറിയാൽ നാരിയായിടുന്നു. 2 സമമായി വന്നുവെന്നാകിലോ 2 പക്ഷം നമുക്കായി വരും ജീവൻ നിജകർമ്മശക്തിയ. ഭൂതേ 3 വിധമായി ഭവിക്കുന്നു. ആണായി ഭവിക്കുന്നു സമാനമായി വന്നാകിലോ 2 പക്ഷം നവമായി വരും ജീവൻ നിജകർമ്മശക്തിയാ വധിക്കുന്നു. ഗോവിന്ദോട് ചേർന്നിരിക്കുന്നു ദേഹം ഗമിക്കുന്നു സ്വരൂപമായി എന്നതിന് ശേഷം യാതൊരത്തിന്റെ മുഖത്തേക്ക് വരും തന്റെ വചനത്തെ നോക്കണമാകയാൽ കൊണ്ട് താൻ പിന്നെ ജരായി വൈവശിതയായി 5 നാൾ കൊണ്ട് ഉത്പരമാരമാം നേരിനായുള്ള മാമൃതികളും ഓരും ശൈലേന്ദ്രാജരായി നോറുന്നു. ഉത്തരവും രക്തവും ചേർന്ന് ജരായി വരും ഗർഭം ശ്രവിക്കുന്നതിങ്ങനെ എന്ന കാരണമാകാം എന്ന പ്രകാരം മുരുന്നാർ പറയുന്നു. സപ്തരാത്രം കൊണ്ട് മാംസപേശത്തിൽ വന്നിരുന്നു നോക്കണം. പിന്നിടും രണ്ടാമതായുള്ള സന്ദേഹമില്ല ജന്മത്തൊക്കെയും മൂന്നാമതായ മാസത്തിലുണ്ടായ നാലാമതായുള്ള മാസത്തിലെ സംഭവിച്ചിരുന്നു. നാസികയന്ത്രവും സ്തോത്രവും പാവനോ സംഭവിക്കുന്നു. വായുവും സ്വർണവും നേത്രവും ചേരുന്ന ഗർഭത്തിൽ മേവുന്ന പൈതലേ 6ാമതായുള്ള മാസത്തിൽ മെല്ലവേ സ്ഥിരത്തിലെന്തെങ്കിലും മാതാവിനും കിട്ടുന്നു വർദ്ധിച്ചു കൊള്ളുന്നു മെല്ലെ ജലത്തിലാകൊള്ളുന്ന ദേശവുണ്ടെങ്കിലും നാശം വരുന്ന കർമ്മ യോഗത്തിനാൽ ജന്മാന്തരങ്ങൾ താൻ ചെയ്തതായുള്ള കർമ്മങ്ങൾ കർമ്മ
തവളയെ ക്ഷിപ്രം പിടിക്കുന്ന വണ്ണമേ ആയുതൊടുങ്ങിയാൽ കാലൻ പൊടുന്നനെ പോയി പിടിക്കുന്നു തൂനം ശരീരത്തെ നിഷ്ഫലമായി ഭവിക്കുന്നതിന് തന്നെ മധ്യനം ദേഹാഭിമാനിനിയാങ്ങനെ സ്നേഹവും കൂടുന്നു ദേഹികൾക്കെപ്പോഴും പോലെ ആകെയാൽ ഞാൻ അതിന് ജുമതാരകാകം വിഷയത്തിൽ വഞ്ചിച്ചുകൊണ്ട് തന്നെ വിശ്വസിച്ച് നച്ചം ചെയ്യുന്ന ബുദ്ധിമാൻ ബ്രഹ്മസ്വരൂപത കൺമഷമായുള്ള മുക്തി ഭക്തി ഉണ്ടാകണം ദേഹാദികളിൽ നിന്ന് വരയൽ കണ്ടറിയും ദൃഢം ഇല്ലില്ല ദേഹം മുതലായതിനുള്ള വിദ്യാർത്ഥിവിടും അല്ലയോ താതാ ഭവാന് ഈ ഭവായമെല്ലാരിക്കുന്നു മാനസതാലുണ്ടായി നദിക്കുന്നു വിനാനന്ദ രൂപിണിയായി പൂജിക്കണം ഭക്തിയോടും എന്നാൽ ഭവാൻ യാചിക്കും എപ്രവം പ്രാപിക്കും ശുഭം ആചരേവി മഹാഭാവത്തിൽ ഞാൻ അധ്യായം 17 ചൊല്ലിനേൻ 17 അധ്യായ സമാപ്തം. ഈ ഭഗവത്ഗീത മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയെ പോലെയാണെന്നാണ് ദേവഭാവനം പറയുന്നത്. പാമ്പ് വായടച്ചു കഴിഞ്ഞാൽ തവളയുടെ പരിപാടി തീർന്നു അല്ലേ? ആ തവള വായിലിരുന്നു കൊണ്ട് ആഗ്രഹിക്കുകയാണ് ഭക്ഷണത്തിന്. ഇതാണ് ദേവീഭാവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സ് നമുക്കുണ്ടായാൽ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ കാണും. അല്ലാതെ ഇവിടെ ഉണ്ടാക്കി വെച്ച തൻ്റെ കെട്ടിടം, തൻ്റെ ഭാര്യ, ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ